ഉത്തർപ്രദേശിലെ പ്രൊഹിബിഷൻ ഓഫ് ഈ കൺവെർഷൻ ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന 2024 ഭേദഗതി ചെയ്ത നിയമത്തിൽ തന്നെ കുറ്റകരമായി പറയുന്ന ഈ അല്യൂർമെൻ എന്നുള്ള വാക്ക്, പ്രലോഭനം, വശീകരണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ആ വാക്ക്, ഇവിടെ പ്രലോഭനമായിട്ട് പറയുന്നത് ഇവരുടെ മക്കളോട് പഠിക്കാൻ പറയുന്നു, വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ പറയുന്നു, പിന്നെ ഈ ക്രിസ്മസ് പോലെയുള്ള വിശിഷ്ട സാഹചര്യങ്ങളിൽ ആ നാട്ടിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് അവരുടെ മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാനും അത് സ്വാഭാവികമായൊരു അങ്ങനെ സ്വാഭാവികം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മതപരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്തു. ആ മതപരിവർത്തനത്തിന് വിധേയരായ ആളുകളൊന്നും പരാതിപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രലോഭനം എന്ന വാക്ക് അതിനെ മുൻനിർത്തി ഇങ്ങനെ പോലീസ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന പ്രലോഭനമായി മാറുന്നുണ്ടോ, അതല്ല ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആ രൂപത്തിൽ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്? അത് പ്രലോഭനം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ വളരെ വിശാലമാണ്. നമുക്ക് എന്തിനേയും പ്രലോഭനമായിട്ട് കാണാം, എന്തിനേയും കാണാം. ഇപ്പം ഈ കേസിൽ ഈ ഷാപ്പൂർ ഫിറോസ് ഗ്രാമത്തിലെ 5 or 6 നിരക്ഷരരായിട്ടുള്ള സ്ത്രീകളെ കോടതി വിചാരണ ചെയ്യുന്നുണ്ട്. ആ സ്ത്രീകൾ മുഴുവൻ പറയുന്ന അതിൽ ഒരാളൊഴിച്ച് ബാക്കി 5 പേരും പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളോട് നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്ന് പറഞ്ഞു, കലഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞു. അത് പുരുഷന്മാരോടായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്. ഇനിയിപ്പോൾ സ്ത്രീകളോടാണോ എന്ന് നമുക്കറിയില്ല. ആരോടാണെങ്കിലും എന്താണെങ്കിലും ഇത് കള്ളുകുടിക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞു, തമ്മിൽ തല്ലരുത് എന്ന് പറഞ്ഞു, നിങ്ങൾ നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രലോഭനമായിട്ട് കാണാം. അതായത് നിലനിൽക്കുന്ന സംവിധാനത്തിൽ കലഹിക്കാനുള്ള അവസരം അവിടെയുണ്ട്, മറ്റേ ഇല്ലിറ്ററേറ്റ് ആയിട്ടിരിക്കാനുള്ള അവസരം അവിടെയുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങൾ നല്ല വിദ്യാഭ്യാസത്തിന് പോകണം അല്ലെ പോകണ്ട, ഇതിനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ അതും ഒരു പ്രലോഭനമായിട്ട് വേണമെങ്കിൽ കാണാം. അത് നിയമത്തെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത്. ഈ ഭരണകൂടത്തെ സംബന്ധിച്ച് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ആർജിക്കണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു പ്രലോഭനമോ അല്ലെങ്കിൽ അപകടമോ ആയി കാണാവുന്നൊരു ഭരണകൂടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം വെച്ചാൽ ആരെങ്കിലുമൊക്കെ പഠിക്കുകയോ എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് മുതൽ താഴേക്കുള്ള സകല മനുഷ്യന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഒന്നുമില്ലെങ്കിൽ നുണയാണ്, അല്ലെങ്കിൽ പകുതി നുണയാണ്, അല്ലെങ്കിൽ ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വിഷം കലർത്താനുള്ള പരിപാടിയാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആരോടെങ്കിലും നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തിന് പ്രശ്നമാണ്. അതിപ്പോൾ യോഗി ആദിത്യനാഥ് ഭരണകൂടമാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ള ഭരണകൂടമാണെങ്കിലും കൊള്ളാം, രാജസ്ഥാനിലുള്ള ഭരണകൂടമാണെങ്കിലും കൊള്ളാം, ഇന്ത്യ മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടമാണെങ്കിലും കൊള്ളാം, നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതൊരു ക്രിമിനൽ ആക്റ്റായിട്ടാണ് അവർ കാണുന്നത്. അതിനെ അവർ പ്രലോഭനം എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ്റെ കീഴിൽ കൊണ്ടുവരികയും ഇത് കണ്ടില്ലേ അവർക്ക് വിദ്യാഭ്യാസം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്ന് ആർഗ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കൊള്ളാം, പുറത്താണെങ്കിലും കൊള്ളാം, എല്ലായിടത്തും സമൂഹത്തിൻ്റെ താഴേക്കിടയിൽപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സാമൂഹ്യമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ അന്തസ്സും ഉയർത്താൻ പാകത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആളുകൾ പുതിയ വിശ്വാസധാരയിലേക്ക് കൂടുതൽ ആളുകളെ ചേർത്തിരിക്കുന്നത്. അത് പുതിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ വരുന്ന വിവിധ വിഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ജാതി ഘടനയുടെ ഏറ്റവും താഴെ തട്ടിൽ സമൂഹത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ, പുറത്ത് പകൽ വെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന ആളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠിക്കപ്പോലും ചെല്ലാൻ അവകാശമില്ലാതിരുന്ന ആളുകൾ, എന്താ പറയുക, ഉപ്പ് എന്ന് നമ്മുടെ കടയിൽ പോയിട്ട് പറയാൻ പറ്റാത്ത, ഏതെങ്കിലും കട ഉണ്ടായിരുന്നെങ്കിൽ അക്കാലത്ത് അവിടെ പോയിട്ട് ഉപ്പ് വേണം എന്ന് പറയാൻ പറ്റാതിരുന്ന ആളുകൾ, ഈ മനുഷ്യന്മാരോട് അവരുടെ ജീവിതത്തിൻ്റെ അന്തസ്സിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പുതിയ മതത്തിലേക്ക് ആളുകളെ കൂട്ടിയത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം വെച്ചാൽ മനുഷ്യന്മാരോട് വന്ന് സംസാരിക്കാനും നിങ്ങളുടെ കുട്ടികളെ വന്ന് പഠിപ്പിച്ചോളൂ എന്ന് പറയാനും നിങ്ങൾക്ക് സാമൂഹ്യ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയാനും ആളുകളുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ പോകും. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഉത്തർപ്രദേശിലായാലും കൊള്ളാം, കേരളത്തിലായാലും കൊള്ളാം, ഗുജറാത്തിലായാലും കൊള്ളാം, ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. ഉത്തർപ്രദേശിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഇപ്പോഴും ഈ കോടതിക്ക് മുമ്പാകെ ഹാജരായ 6 സ്ത്രീകൾ
ഇപ്പോഴും ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2024 ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 30 കൊല്ലത്തിലധികമായി. അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഷാപ്പൂർ ഫിറോസ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഈ കോടതിയിൽ ഹാജരായ 6 സ്ത്രീകൾ ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് നമ്മൾ അംഗീകരിച്ച മതിയാവും. അവർ ഇല്ലിറ്ററേറ്റ് ആവുന്നുണ്ടെങ്കിൽ 2017 മുതൽ അധികാരത്തിലിരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് അവിടെ ഭരിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉത്തരവാദികളാണ്. അവരുടെ അടുത്തേക്ക് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യൂ, നിങ്ങൾ തമ്മിൽ തല്ലരുത്, നിങ്ങൾ എന്താ പറയുക കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചെല്ലുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്താ പറയുക ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, ഞങ്ങൾ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിയത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും അത് വിശ്വസിച്ചോളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് കുറ്റം പറയാൻ പറ്റുന്ന ഒരേ ഒരു വിഭാഗമേ രാജ്യത്തുള്ളൂ. ആ വിഭാഗമാണ് ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJPയും BJPയുടെ ഭാഗമായിരിക്കുന്ന സംഘപരിവാർ. അവരാണ് ആ നിയമം കൊണ്ടത്. ആ നിയമത്തെ അതുപോലെ വ്യാഖ്യാനിക്കുന്ന ജുഡീഷ്യൽ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജയും 5 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെടും. ഞാൻ വിചാരിക്കുന്നത് 5 കൊല്ലം തടവിനല്ലേ ആ കോടതി ശിക്ഷിച്ചുള്ളൂ. നിയമപ്രകാരമാണെങ്കിൽ അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാനുള്ള എന്താ പറയുക നിയമപരമായ അധികാരം ആ കോടതിക്ക് അത്രയും ചെയ്തില്ലല്ലോ എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി.